രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നല്ല മഴയാണ്. ഈ മഴയത്താണ് കൂടുതലും വെള്ളച്ചാട്ടങ്ങളൊക്കെ ആക്റ്റീവ് ആകുന്നത്. നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് പോയി വരാൻ പറ്റിയൊരു വെള്ളച്ചാട്ടമാണ് അരീക്കൽ വെള്ളച്ചാട്ടം. എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തായിട്ട് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലാണ് അരീക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ വെള്ളച്ചാട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ പേയാം പാർക്ക് ഫെസിലിറ്റി ഉണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ റോഡ് സൈഡിൽ ഇടാൻ സാധിക്കും. അധികം വണ്ടികളൊന്നും വരാത്ത വഴിയാണ്. ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. ഇവിടെ വരുന്നവർ വേസ്റ്റ് ഒന്നും വലിച്ചെറിയാണ്ടിരിക്കാൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ഒക്കെ വലിച്ചെറിഞ്ഞാൽ 5000 രൂപയാണ് പിഴ. ഇപ്പൊ കുറച്ച് ദിവസം കണ്ടിന്യൂസ് മഴ ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് സേഫ് ആയിട്ട് ഇതുപോലെ ഒന്ന് കുളിക്കാനൊക്കെ സാധിക്കും. ഇവിടെ താഴെ പതിക്കുന്ന സ്ഥലത്ത് തട്ട് കെട്ടിയേക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് പോലും നമുക്ക് ഇറങ്ങാം. കണ്ടിന്യൂസ് ഒഴുകി പോകുന്നതുകൊണ്ട് തന്നെ വെള്ളം സ്റ്റോർ ചെയ്ത് അവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ താഴെ ഇറങ്ങി കുളിക്കാൻ സാധിക്കും. നമുക്കിവിടെ താഴെ കുറേ പേര് കുളിക്കുന്നത് കാണാം. അവരുടെ അരവരെയൊക്കെ മാത്രമേ വെള്ളം വരുന്നുള്ളൂ. ഏകദേശം 70 അടിയോളം ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം പതിക്കുന്നത്. പണ്ടൊക്കെ ടൂറിസ്റ്റുകൾക്ക് അറിയാതിരുന്നൊരു വെള്ളച്ചാട്ടമാണിത്. 2014 കേരള സർക്കാരിൻ്റെ അരീക്കൽ ടൂറിസം പദ്ധതി വന്നതോടെയാണ് ഈ വെള്ളച്ചാട്ടം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിത്തുടങ്ങിയത്. ഞാൻ ഈ വീഡിയോ എടുത്തത് ജൂൺ 7-ാം തീയതിയാണ്. ഈ മുന്നിലേക്ക് പോകുന്തോറും വെള്ളച്ചാട്ടത്തിൽ കൂടുതൽ വെള്ളം കൂടി വരാനേ ചാൻസ് ഉള്ളൂ. എറണാകുളത്ത് താമസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇതിനടുത്തായിട്ട് തന്നെ കൊച്ചരീക്കൽ കേവ്സും ഉണ്ട്. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ അങ്ങോട്ടും പോകാൻ സാധിക്കും. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് എത്തിച്ചേരാൻ പറ്റിയൊരു വെള്ളച്ചാട്ടമാണിത്. ഇവിടെ വരുവാണെങ്കിൽ ഒരു ശൂലം വാട്ടർഫോൾസ് എന്നുള്ളൊരു വെള്ളച്ചാട്ടം കൂടിയുണ്ട്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ആൾക്കാരെ കയറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവിടെ നിന്ന് കൂടുതലായിട്ട് ആൾക്കാർ കുടിവെള്ളമൊക്കെ എടുക്കുന്ന ഒരു ഏരിയ ആണ്. ഈ പുറത്തുനിന്ന് വരുന്നവർ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് വിലക്കൊക്കെ ഉണ്ട്. പണ്ടത്തേനെ അപേക്ഷിച്ച് ഇവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നല്ല രീതിക്കുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇതേപോലെ വെള്ളച്ചാട്ടത്തിലൊക്കെ വരുമ്പോൾ പാറയൊക്കെ ഇപ്പോൾ വഴുക്കലായിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ വരുന്നവർ കുട്ടികളെയും മുതിർന്നവരെ ഒരേപോലെ ശ്രദ്ധിക്കണം. ഈ വെള്ളച്ചാട്ടം ഏറ്റവും നല്ല ഭംഗിയായിട്ട് കാണണമെങ്കിൽ നല്ല മഴയുള്ള ഒരു ദിവസം തന്നെ വരണം. സൺഡേ ഒക്കെ വന്നാൽ നല്ല തിരക്കായിരിക്കും. വർക്കിംഗ് ഡേയ്സ് വരുന്നത് കൂടുതൽ നല്ലതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരിക്കലും നമ്മൾ വേസ്റ്റ് ഒന്നും ഇട്ടിട്ട് പോകരുത്. ഇവിടെ വേസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ 5000 രൂപ ഫൈൻ അടക്കണം. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇവർ ടിക്കറ്റ് എടുക്കണ്ട. അല്ലാത്തവർക്ക് 20 രൂപയാണ് ടിക്കറ്റ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി നേരെ പോകുന്ന കൊച്ചരീക്കൽ കേവ്സിലേക്കാണ്. ഈ അടുത്തായിട്ട് ലോക മൂവിയൊക്കെ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണത്. അതിനൊരു ചെറിയ ഭാഗമൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒട്ടുമിക്ക ആൾക്കാരവിടെ പോയിട്ടുള്ളവരായിരിക്കും. നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ഏരിയ ആണത്. നിങ്ങളവിടെ പോകണമെങ്കിൽ മാക്സിമം നല്ല മഴയുള്ള സമയത്ത് വേണം പോകാൻ വേണ്ടി. എന്നാലേ അവിടെ കൂടുതൽ പച്ചപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ മരങ്ങളായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടാണ്. നല്ല മഴയുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു പച്ചപ്പായിരിക്കും. ഈ കുളത്തിലൊക്കെ നല്ല രീതിക്ക് വെള്ളം ഉണ്ടാവും. അപ്പോൾ വരുന്നവർക്ക് നല്ല മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ സേഫ്റ്റി നോക്കിയിട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ സാധിക്കും. ഇതേപോലെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ വേസ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റുകളൊക്കെ അതിനകത്ത് തന്നെ ഇടണം. ശരിക്കും നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ചു നേരം പീസ്ഫുള്ളായിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരിടം. കുറച്ചുകൂടി മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ധാരാളം ആൾക്കാരാണ് വരാൻ വേണ്ടി പോകുന്നത്. എറണാകുളത്ത് നിന്നൊക്കെ പോയിട്ട് ഒരു ഔട്ടിംഗ് ഒക്കെ എൻജോയ് ചെയ്ത് വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ ഗുഹ പോലെ ഇരിക്കുന്ന സ്ഥലം. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മൊത്തം മരത്തിൻ്റെ വേരുകളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ്. ഇവിടെ ഉറവയെന്ന് വരുന്ന കുടിവെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ കുടിക്കാനൊക്കെ സാധിക്കും. പിന്നെ വരുന്നവരാരും തന്നെ അതിൻ്റെ അകത്തേക്കൊന്നും ഇറങ്ങരുത്. ഒന്നും കൊണ്ടൊന്നും ഇടുകയും ചെയ്യരുത്. അരീക്കൽ വെള്ളച്ചാട്ടത്തിനേക്കാളും കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള സ്ഥലം ഇത് തന്നെയാണ്. നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇപ്പം മഴ ജസ്റ്റ് തുടങ്ങിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. കുറച്ചുകൂടി നല്ല മഴയൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. ഇവിടെ വണ്ടിക്കൊക്കെയാണ് വരുന്നതെങ്കിൽ പേയാം പാർക്ക് സൗകര്യം മാത്രമേ ഉള്ളൂ. 20 രൂപയാണ് കാറിന് പാർക്കിംഗ് വരുന്നത്. അതുപോലെ 10 രൂപയാണ് 2 വീലറിന് വരുന്നത്. ഈ സ്ഥലത്തിൻ്റെയൊക്കെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. കൊച്ചരീക്കൽ കേവ്സ് എന്ന് അടിച്ചാൽ കറക്റ്റായിട്ട് ഈ ലൊക്കേഷനിലെത്താം. അരീക്കൽ വാട്ടർഫോൾസ് എന്നടിച്ചാൽ വെള്ളച്ചാട്ടത്തിലും എത്താൻ സാധിക്കും. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.